ഞാൻ കൊണ്ടുപോകുന്ന നിങ്ങളുടെ മൂത്ത മോളെ ആയിരിക്കും. അർച്ചനയെ കിട്ടിയില്ലെങ്കിൽ രേവതിയെ കൊണ്ടുപോകുമെന്ന് രാഘവൻ. രാഘവൻ ഇനി തിരികെ വരില്ല എന്ന ആശ്വാസത്തിൽ അർച്ചന. നിരഞ്ജനയെ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്ന സുധി. എനിക്കിത് വിശ്വസിക്കാവോ? വിശ്വസിക്കാം. നിരഞ്ജനയുമായുള്ള വിവാഹത്തിന് സമ്മതമാണെന്ന് പറയുന്ന സുധിയുടെ മനസ്സിൽ അച്ഛനോടുള്ള പ്രതികാരത്തിന്റെ കനലെരിയുന്നു. രാത്രിമഴ തുടരുന്നു. ഈശ്വര, എന്തായി കാണുന്നേ? മാഡത്തിന്റെ മുഖം കണ്ടറിയാം മനസ്സ് വലിയ സന്തോഷത്തിലാണെന്ന്. കേൾക്കാൻ കൊതിച്ചൊരു വാർത്ത സുധിയിൽ നിന്ന് ഞാൻ കേട്ടു. സുധി സാറ് കല്യാണത്തിന് സമ്മതിച്ചോ? സമ്മതിച്ചെന്ന് മാത്രല്ല, ഞങ്ങളോട് പോയി പെൺകുട്ടിയെ കണ്ട് കല്യാണം ഉറപ്പിക്കാനും പറഞ്ഞു. എന്തായാലും ആ കുരുക്കിന്ന് സുധി സാറ് രക്ഷപ്പെട്ടത് തന്നെ വലിയ കാര്യം. ഇപ്പൊ അർച്ചനയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്ന് സുധി സാറിന് ഉറപ്പായി കഴിഞ്ഞു. ഇനി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ലെന്നും സാറിന് മനസ്സിലായി. ഇനി നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ കാണാൻ പോണം. നാളെ എങ്കിൽ നാളെ, ഉടനെ അത് വേണം. അർച്ചനെ പറ്റി കേട്ടതൊക്കെ കള്ളമാണെന്നൊരു സൂചന സുധിയുടെ കാതി വീണാ മതി ഇപ്പോഴത്തെ മനസ്സ് മാറാൻ. ഉണ്ണിത്ത സാറിനെ വിളിക്കാൻ ഞാൻ ഏട്ടനോട് പറയാം. വിളിക്കുന്നത് സാറ് കൂടി വന്നിട്ട് മതി മാഡം. അതെന്താ? 2 തവണ അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞ് അവരെ പറ്റിച്ചതല്ലേ. ഇനി സാറിന്റെ സമ്മതത്തോടെ നടരാജ സാറിനെ വിളിക്കുന്നതാണ് നല്ലതെന്നാ എനിക്ക് തോന്നുന്നേ. പെട്ടെന്നാർക്കും വിശ്വസിക്കാൻ കഴിയുന്നതല്ല സുധി സാറിൽ നിന്നുണ്ടായത്. ആ, നീ പറയുന്നത് ശരിയാ. വിശ്വട്ടം വരട്ടെ. നീ ഇവിടെ വന്ന് ഇരുട്ടത്തിരിക്കുവാണോ? ഞാൻ എവിടെയെല്ലാം നോക്കി. നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. രാഘവനോട് അങ്ങനെ വെട്ടി തുറന്ന് പറഞ്ഞത് ശരിയാണോ? കല്യാണത്തിന് അവൻ അത്രയ്ക്ക് താല്പര്യം ഉണ്ടായിട്ടല്ലേ നാട്ടിലോട്ട് വന്നപ്പോ ഇങ്ങോട്ട് വരാന്ന് വെച്ചത്? എനിക്ക് അയാളെ ഇഷ്ടമല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിൽ കൂടുതൽ എന്തു പറയണം? ഒരു ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി എന്നെ വിവാഹത്തിൽ നിന്ന് ഒഴിവാക്കി തരാൻ പറഞ്ഞ അവൻ എന്താ കരുതണ്ടേ? നിനക്ക് അവനെ പിടിച്ചില്ലെന്ന് തന്നെയാ ഞങ്ങൾ നിർബന്ധിച്ച കല്യാണം നടത്തുന്നല്ലേ അവന് തോന്നുന്നു. ഈ കല്യാണം ഒന്ന് നടത്താൻ വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന ആ മനുഷ്യന്റെ മുഖത്ത് കരിവാരി തേക്കാനല്ലേ അടി നീ ശ്രമിച്ചത്? എന്തു പ്രതീക്ഷയോടെ അവൻ പെങ്ങളെ കൂട്ടി വന്നത്? നല്ലൊരു മനസ്സ് അവനുണ്ടായിട്ടല്ലേ? കാർത്തികേയനെ അയാളുടെ പെങ്ങളാണെന്നാണോ കുഞ്ഞമ്മ കരുതുന്നത്? എന്നല്ലേ അവള് പറഞ്ഞത്? 3 ലോറി ഉള്ളവന്റെ പെങ്ങള് ചായക്കട നടത്തി ജീവിക്കണോ? കുഞ്ഞമ്മ എന്താ അത് മനസ്സിലാക്കാത്തത്? അയാള് കോടീശ്വരനാണെന്ന ചിറ്റപ്പൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. ചാരായ കച്ചവടോ പെങ്ങക്ക്? അത് പിന്നെ രാഘവന്റെ നേർ പെങ്ങളല്ല അവള്. വല്യമ്മയുടെ മോനാ രാഘവനെന്ന് കാർത്തിയാനി പറഞ്ഞല്ലോ. ഞാനിതൊന്നും വിശ്വസിക്കില്ല. നീ വിശ്വസിക്കണ്ടടി. ഒരു ബാങ്ക് ടെസ്റ്റ് എഴുതിയെന്നും പറഞ്ഞല്ലേ നീ അഹങ്കരിക്കുന്നേ? ഞങ്ങള് പാവങ്ങളാ, അർത്ഥപട്ടണക്കാര്. ഒരു മനുഷ്യൻ വളയം പിടിച്ചുകൊണ്ടിരുന്ന വരുമാനം കൊണ്ടാ ഈ കുടുംബം മുമ്പോട്ട് പോകുന്നത്. ജീവൻ പണയം വെച്ചുള്ള പണിയാ. 2-3 ദിവസം ഉറക്കം പോലും ഇല്ലാതെയാ ലോറി ഓടിക്കുന്നത്. കണ്ണൊന്ന് ചെമ്മിയാലേ 4 എണ്ണം അനാഥമാകും. ആ മനുഷ്യനെ വീട്ടിൽ നിന്ന് പോയാൽ സമാധാനത്തോടെ ഞാനൊന്നും ഉറങ്ങാറില്ല. ഇതൊന്നും നാമെടുത്ത് പറയാനുള്ള ധൈര്യവും എനിക്കില്ല. ഈശ്വരനൊരു ആൺതരിയെ പോലും എനിക്ക് തന്നില്ല. കുടുംബത്തിലൊരു ആൺകുട്ടി വന്ന് കയറിയ അതൊരു ധൈര്യമാകുന്നുള്ള പ്രാർത്ഥനയിലല്ല. ആ മനുഷ്യന്റെ മനസ്സിലും അതാ. കുടുംബത്തിന് ചേരുന്ന ഒരാലോചന വന്നപ്പോ നിനക്ക് കല്യാണം വേണ്ട അല്ലേ? എന്താടി ഞാൻ മനസ്സിലാക്കേണ്ടേ? നിന്റെ വാക്ക് വിശ്വസിച്ച എന്നെ നീ ഒരു മണ്ടിയാക്കുവാണോ? ആണോടി? ഇനി നീ എങ്ങനെ വേണേലും എന്നെ ശിക്ഷിച്ചോ. എന്നെ ശിക്ഷിക്കാൻ എല്ലാം കൊണ്ട് യോഗ്യതയുള്ളവള് നീയാ. എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറുവാ.
ജയന്തിക്ക് വേറെ ഒന്നും പറയാനില്ലേ? നമ്മുടെ മോന്റെ വിവാഹക്കാര്യ ഞാൻ പറഞ്ഞത്. അതിനേക്കാൾ വലിയ വിഷയം എനിക്ക് വേറെ ഇല്ല. രാവിലെ എന്നോടും നിന്നോടുള്ള പകയുമായിട്ടാ അവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. വൈകിട്ട് കയറി വന്ന് നിന്നെ കെട്ടിപ്പിടിച്ച് പറയുന്നു വിവാഹത്തിന് അവന് സമ്മതമാണെന്ന്. എന്താ ജയന്തി ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എനിക്കറിയാം വിശ്വേട്ടന്റെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കുമെന്ന്. വിശ്വേട്ടനോട് വഴക്കിടാൻ വേണ്ടി ഞാൻ പറഞ്ഞതും അല്ല. ഇപ്പോഴത്തെ അവന്റെ ഈ നീക്കത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് എനിക്കറിയാം. നിന്നോട് നടരാജൻ പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ണിത്താന്റെ മകളെ ശബരിക്ക് വേണ്ടി ആലോചിക്കാൻ ഞാൻ നടരാജനോട് പറഞ്ഞു. ശബരി ആ വിവരം അവനെ അറിയിച്ചിട്ടുണ്ട്. എന്റെ തീരുമാനം നടക്കരുത്, അതുമാത്രമാണ് നിന്റെ മോന്റെ മനസ്സിൽ. വിശ്വേട്ട സംശയിക്കുന്നതിൽ കഴമ്പില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ വിവാഹത്തിന് അവൻ എന്നോട് സമ്മതം പറഞ്ഞു. അവന്റെ മനസ്സിൽ എന്തോ ഉണ്ട് ജയന്തി. നീ എന്തൊക്കെ പറഞ്ഞാലും അതിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോവില്ല. അവൻ ഈ വിവാഹത്തിന് സമ്മതിക്കുന്ന കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. ഒരു ഭാഗ്യപരീക്ഷണം എന്ന നിലയ്ക്കെങ്കിലും വിശ്വേട്ടൻ എന്റെ കൂടെ ഒന്ന് നിൽക്കണം. ഇതെന്റെ ഒരു അപേക്ഷ. അവൻ സമ്മതിച്ചേക്കാം. അവനെ വിശ്വസിച്ച് നാടടച്ച് നമ്മുടെ ആളുകളെ ക്ഷണിക്കും. ക്ഷണിച്ചു വരുത്തിയ ആളുകളുടെ മുന്നിൽ എനിക്ക് തല കുനിച്ച് നിൽക്കേണ്ടി വരും. നിനക്ക് മുറിയടച്ച് കിടന്ന് കരഞ്ഞാ മതി. അത്രത്തോളം പകയുണ്ട് അവൻ എന്നോട്. നമ്മളോടുള്ള പക വീട്ടാൻ നിരപരാധിയായ ഒരു പെൺകുട്ടിയെ അവൻ ബലിയാടാക്കില്ല. അത്രത്തോളം അധപ്പതിക്കില്ല അവൻ. അവന്റെ മനസ്സിൽ എന്താണെന്നല്ല നമ്മളിപ്പോ ചിന്തിക്കേണ്ടത്. നമ്മൾ മാതാപിതാക്കളുടെ കടമ നിറവേറ്റണം. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വിശ്വേട്ടന് കഴിയില്ല. ഞാൻ ഏട്ടനെ വിളിച്ച് പറയാൻ പോവാ. വിശ്വേട്ടന് എതിർപ്പുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. കാരണം പെൺകുട്ടിയെ കാണാൻ പോണ്ടത് നമ്മളാ. നല്ലതിനുള്ള തുടക്കമാണെന്ന് ഇതിനെ കരുതിക്കൂടെ? നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല ഗീതേ കാര്യങ്ങള്. ആ എടാ, നീ അറിഞ്ഞോ എന്താ? നിരഞ്ജനായിട്ടുള്ള വിവാഹത്തിന് സുധിക്ക് സമ്മതാണെന്ന്. അച്ഛനോട് ആര് പറഞ്ഞു? ഞാൻ അതുവരെ പോയി. നിന്റെ കാര്യം ജയന്തിയെ ഇനി മറച്ചു വെക്കാൻ പാടില്ലെന്ന് കരുതി ഞാൻ അതങ്ങ് പറഞ്ഞു. അവളുടെ കണ്ണ് നിറഞ്ഞതോടെ ഞാൻ വല്ലാതെയായിപ്പോയി. അപ്പോഴാ അവന്റെ വരവും. ഈ കാര്യത്തില് നിങ്ങളൊക്കെ എന്നെ അഭിനന്ദിക്കേണ്ടത്. അവന്റെ മുന്നില് ഡബിൾ പ്ലേ അല്ലേ ഞാൻ നടത്തിയത്. ഏറ്റവും ഒടുവില് അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ വരെ ആലോചിച്ച് കളഞ്ഞില്ലേ? പടിപ്പടിയായല്ലേ അവന്റെ മനസ്സിലേക്ക് ഞാൻ ഓരോന്ന് കയറ്റിവിട്ടത്. അർച്ചനയുടെ വിവാഹം കഴിഞ്ഞെന്നും കോയമ്പത്തൂര് ഏതോ ഒരു ലോറിക്കാരന്റെ ഭാര്യയായി അവൾ ജീവിക്കുന്നെന്നും അവൻ വിശ്വസിച്ചു കഴിഞ്ഞു. അവളോടൊരു വാശി കൂടി അവന്റെ മനസ്സിൽ ഞാൻ കുത്തിവെച്ചു. എല്ലാം കൂടി ചേർന്നപ്പോ അവന്റെ മനസ്സ് മാറി. ഈ മാറ്റം കുറച്ചു മുമ്പേ ഞാൻ മനസ്സിലാക്കിയതാ. അതുകൊണ്ട് അച്ഛൻ ഒരു സംശയം വേണ്ട, വിവാഹത്തിന് സൂതി വില്ലിങ്ങ. ജയന്തിയ എന്താ ജയന്തി? അതെ, നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല ഏട്ടാ കാര്യങ്ങള്. അവൻ നിരഞ്ജനെ നേരി കണ്ടു. ഒന്നിച്ച് കോഫിയും കുടിച്ചാ അവര് പിരിഞ്ഞത്. എന്നവൻ പറഞ്ഞോ? അതേന്ന്. വിശ്വേട്ടന് ഇപ്പോഴും വിശ്വാസമൊന്നും വന്നിട്ടില്ല. അല്ല, അതവിടെ നിൽക്കട്ടെ. ഏട്ടൻ ഉണ്ണിത്താ സാറിനെ ഇപ്പൊ തന്നെ ഒന്ന് വിളിക്കേ. സുധിയെ കണ്ട കാര്യം അവള് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവും. അവന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് നമുക്ക് അവനെ അങ്ങോട്ട് കൊണ്ടുപോകണം. ഇനി ഏട്ടന് ഒരു അപമാനവും ഉണ്ടാവില്ല. ശരി, ഞാനൊന്ന് വിളിക്കാം. അവനവളെ കണ്ടോന്നറിയണല്ലോ. ശരി ഏട്ടാ. എന്താ ജയന്തി പറഞ്ഞത്? ഉണ്ണിത്താൻ സാറിനെ വിളിക്കാനാ അവള് തിടുക്കപ്പെടുന്നത്. അച്ഛൻ ധൈര്യമായിട്ട് വിളിക്കും. അവളെവിടെ? ദാ വരുന്നുണ്ട്. എന്താ വിശേഷം? എന്നോട് പറയാ. പറയാടോ. അച്ഛൻ നല്ല മൂഡിലാണല്ലോ. അതെ, അച്ഛന് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷമായത്. എന്നാ അച്ഛൻ അതൊന്ന് ഷെയർ ചെയ്യ്. ദേ, അമ്മയ്ക്ക് ശ്വാസം മുട്ടുന്നു. നമ്മൾ ഓരോന്ന് ഊഹിച്ചു കൂട്ടും. സത്യം അതൊന്നും ആയിരിക്കില്ല. എന്താ ഇപ്പോ? തീരെ പ്രതീക്ഷിക്കാതെ നടരാജൻ വക്കീലിന്റെ കോള് വന്നു. നാളെ അവർ വരുന്നുണ്ടെന്ന്. മോളും സുധിയും തമ്മി കണ്ടതാ വഴിത്തിരിവായത്. ഇനി അവര് പറഞ്ഞു പറ്റിക്കോ? ഇല്ല,
വരുന്നത് SP വിശ്വനാഥനും ഭാര്യയുമാ. നിരഞ്ജനയെ നേരിൽ കണ്ട് സംസാരിച്ചതുകൊണ്ട് ശ്രുതി ഇപ്പൊ വരില്ലെന്നും പറഞ്ഞു. എന്റെ കൃഷ്ണ, എന്ന് വരട്ടെ എന്നാ നടരാജമക്കയിൽ ചോദിച്ചത്. ഇനി ഒരു ദിവസം പോലും താമസിക്കാൻ പാടില്ലെന്ന് ഞാനും കരുതി. നാളെ വരാൻ പറഞ്ഞു. 10 മണിയോടെ അവർ വരും. മോളെന്താവൊന്നും പറയാത്ത? ഞാനെന്ത് പറയാനാ, ഇനിയല്ല അച്ഛന്റെ തീരുമാനം പോലെ. അവളെല്ലാം അവനോട് തുറന്നു പറഞ്ഞപ്പം നമുക്ക് അവളോട് നീരസം തോന്നി. എന്നാൽ അവൾ ചെയ്തതാ ശരിയെന്ന് ഇപ്പൊ തെളിഞ്ഞു. ഇനി ഒരു കുറ്റബോധവും ഇല്ലാതെ അവൾക്ക് അവന്റെ ജീവിതത്തിലേക്ക് പോകാം. സുധി അവളെ പറ്റിയൊന്നും വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. അതിലെന്താ സംശയം? പറഞ്ഞ ഒരമ്മയാകാൻ കഴിയാത്ത പെണ്ണിനെ ഏത് വീട്ടുകാർ സ്വീകരിക്കും? ഇത് ശ്രുതിയുടെ മാത്രം തീരുമാനമാണ്. അവനോട് പോലും നമ്മളൊന്നും അറിഞ്ഞതായി ഭാവിക്കണ്ട. പിന്നെ തൻ്റെ കുറവുകൾ നിരഞ്ജന ശ്രുതിയോട് പറഞ്ഞു. അവനൊരു തീരുമാനമെടുത്തു. നമ്മളത് നടത്തി കൊടുക്കുന്നു. നാളെ ആരോടെങ്കിലും പറയേണ്ടി വന്നാൽ നമുക്കുള്ള മറുപടി അത് മാത്രമാണ്. സുധി, വാതില് തുറക്കടാ. സുധി, നീ എന്താ വാതിലടച്ചേ? നിനക്കൊന്നും കഴിക്കണ്ടേ? ഉച്ചയ്ക്ക് ലേറ്റായിട്ടാ കഴിച്ചത്, വിശപ്പില്ലാഞ്ഞിട്ടാ. എന്താ മോനെ ഇത്? എത്ര ദിവസങ്ങളായി എല്ലാരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചിട്ട്? നീ വന്നേ, അച്ഛൻ വന്നിരിപ്പുണ്ട്. എനിക്ക് വേണ്ടമ്മേ. വേണ്ടെന്ന് പറഞ്ഞാലൊന്നും ഞാൻ സമ്മതിക്കില്ല. എല്ലാ അച്ഛനോടും ഞാൻ പറഞ്ഞു. വിശ്വസിക്കാനും വയ്യ, വിശ്വസിക്കാതിരിക്കാനും വയ്യ എന്ന മട്ടിലാ അച്ഛൻ. നീ താഴേക്കൊന്നു വന്നാ വിശ്വേട്ടന്റെ ആ സംശയം അങ്ങ് മാറും. ഇപ്പൊ അച്ഛനെ ഫേസ് ചെയ്യാൻ എനിക്ക് കഴിയില്ലമ്മേ. അതിനൊരു സാഹചര്യം വരട്ടെ. എന്നെയും അച്ഛനെയും ഒന്നിച്ചിരുത്തി അമ്മ ഇപ്പൊ ഒരു സീൻ ഉണ്ടാക്കാതിരിക്കുന്ന നല്ലത്. അതെന്താ? ഞാൻ നിങ്ങളെ പറ്റിക്കാൻ പറയുന്നതാണെന്ന് അച്ഛൻ അങ്ങ് തുറന്നടിക്കും. പിന്നെ ഒന്നും രണ്ടും പറഞ്ഞു തുടങ്ങും. എന്താ, അച്ഛൻ അങ്ങനെ പറയില്ല എന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടോ? അങ്ങനെ ഒരു സംസാരം ഉണ്ടാവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അച്ഛനെതിരെ മുഖം തിരിക്കാനാണോ നിന്റെ തീരുമാനം? മുഖം തിരിക്കാനോ? എനിക്കൊരു നേർവഴി കാട്ടിത്തരാനല്ലേ അച്ഛൻ എന്നും ശ്രമിച്ചിട്ടുള്ളൂ. എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയാതെ പോയി. കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ എനിക്ക് കുറ്റബോധമുണ്ട്. ഇനി അച്ഛൻ കാണിച്ച വഴി ഈ മകൻ തെരഞ്ഞെടുത്തെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമേ ഞാൻ അച്ഛനെ കാണൂ. അച്ഛനത് ബോധ്യമായ ഞങ്ങൾക്കിടയിൽ പിണക്കമില്ലാതാവും. അതല്ലേ എന്നെ ശരി? നീ കരുതുന്നത് പോലെ അച്ഛന് നിന്നോട് പിണക്കൊന്നുമില്ല മോനെ. ഒരച്ഛനും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിന്റെ നന്മയെ കരുതിയല്ലേ അച്ഛൻ എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ. എനിക്കതറിയാമേ. അത് തിരിച്ചറിഞ്ഞില്ലേ ഞാൻ? എനിക്കൊരു മാറ്റം വന്നതും അതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ അമ്മയുടെ മുമ്പിൽ ഞാനിങ്ങനെ നിൽക്കുമോ? അമ്മ ചെല്ല്, അച്ഛനിരുന്ന് മുഷിയൊന്നുണ്ടാവും. ശ്രുതിയെപ്പറ്റിയുള്ള വിശ്വാസം ആദ്യം അച്ഛൻ്റെ മനസ്സിൽ വരട്ടെ. അന്നേരം അച്ഛൻ്റെ മുമ്പിൽ ഞാൻ വന്നിരിക്കാം. അമ്മ ചെല്ല്. ആ പിന്നെ ലൈറ്റായിട്ട് കഴിക്കാൻ അമ്മ എന്തെങ്കിലും കൊണ്ടുവരാം. വാതിലടച്ച് കിടക്കരുത്. ഇല്ല. എന്താടി, നിനക്ക് ഉറക്കം വരുന്നില്ലേ? സ്നേഹേ, നാളെ മോളെയും കൊണ്ട് നീ ഇങ്ങോട്ടൊന്ന് വരുവോ? എനിക്കവിടെ എന്ത് റോളാ ഉള്ളത്? സുധിയുടെ അച്ഛനും അമ്മയും വരുന്നു. അവരെ സ്വീകരിക്കാൻ നിന്റെ അച്ഛനും അമ്മയും ധാരാളം. അതുപോരെ? അല്ല, എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് കരുതിയൊരു ചടങ്ങല്ലേ, അതിന് നീ കൂടെ ഉണ്ടാവണമെന്ന് തോന്നി. നമ്മൾ ഒരു മനസ്സുമായിട്ട് സഞ്ചരിക്കുന്നവരല്ലേ. എന്റെ പ്രാർത്ഥനയിൽ എന്നും നീയുണ്ട്. പക്ഷേ നാളെ എന്റെ പ്രസൻസ് അവിടെ ആവശ്യമുണ്ടോ? ആ ചടങ്ങ് കഴിയട്ടെ. നീ സന്തോഷമായിട്ടിരിക്കും.
ആ പിന്നെ സുധി വിളിച്ചിരുന്നു. ഇല്ല, നീയൊന്നും വിളിക്കാത്ത എന്താ? ഞാനത് ചെയ്യില്ല. ഒരു വിളി കൊണ്ടുപോലും സുധിയെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. നല്ല സ്വപ്നങ്ങൾ കണ്ടുറങ്ങാൻ ശുഭരാത്രി നേരുന്നു. ശരി, ഗുഡ് നൈറ്റ്. ആ, നീ റെഡിയായോ? സുധി എവിടെ? അവനെ വിളിക്ക്. അല്ല, അതെന്തിനാ? ആ, വിളിക്ക്. സുധി, അതെ, അവൻ ബാങ്കിലേക്ക് പോകാൻ റെഡിയാവുക. എന്താമേ? ഞങ്ങള് ജസ്റ്റിസിന്റെ വീട്ടിലേക്ക് ഇറങ്ങാ. വെറുതെ ഞങ്ങളെ വേഷം കെട്ടിച്ച് വിടുന്നാണോന്ന് അറിയാനാ ഞാൻ ചോദിക്കുന്നത്. അത് ഞാൻ എങ്ങനെ പറയും? പിന്നെ ആരാ പറയേണ്ടത്? കാര്യങ്ങൾ അവിടെ ചെന്നിട്ടല്ലേ തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ നിങ്ങളെ നിർബന്ധിച്ച് വിടുന്നതൊന്നുമല്ല. അതുകൊണ്ട് ഈ യാത്ര വെറുതെ ആയാൽ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എനിക്കറിയേണ്ടത് അതല്ല. എന്നെ പരിഹസിക്കാനാണോ നിന്റെ ഉദ്ദേശമെന്നാ? എനിക്ക് അങ്ങനത്തെ ഉദ്ദേശമൊന്നുമില്ല. അമ്മയ്ക്ക് ഞാനത് വാക്ക് കൊടുത്തിട്ടുമുണ്ട്. എങ്കിൽ നീ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് പോവാം. അതല്ലേ എന്റെ ശരി. എനിക്ക് വരാൻ പറ്റില്ല. അതിന്റെ പേരിൽ നിങ്ങൾ പോകുന്നില്ലെങ്കിൽ വേണ്ട. അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. കാരണം ഞാൻ ആഗ്രഹിച്ച വിവാഹമല്ല ഇത്. ജസ്റ്റിസിന്റെ മകളെ വിവാഹം കഴിച്ചു തരാൻ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല. ഞാനൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ അവളെ വേണ്ടെന്ന് വെച്ചു. ഇനി എൻ്റേതായിട്ടൊരു തീരുമാനമില്ല. നിങ്ങളുടെ ആഗ്രഹത്തിന് ഞാൻ വഴങ്ങി തരിക. അർച്ചനയ്ക്കില്ലാത്ത യോഗ്യത നിരഞ്ജനയ്ക്കുണ്ടെങ്കിൽ എന്ത് തീരുമാനം വേണമെങ്കിലും അച്ഛനെടുക്കാം. മകനെന്ന നിലയിൽ ഞാനതനുസരിക്കാം. അമ്മയ്ക്ക് ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല മോനെ, നീ ഇറങ്ങ്. ഇനി എൻ്റെ ഭാവി എന്തു തന്നെയായാലും അതെനിക്ക് സമ്മാനിച്ചത് നിങ്ങൾ രണ്ടുപേരും. വിശ്വേട്ടന് സംശയം മാറില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അവൻ മാറിക്കഴിഞ്ഞു. ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക വിശ്വേട്ട. അവൻ നമ്മുടെ കൂടെ നിൽക്കും. അവന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റമുണ്ട്. നിന്റെ വിശ്വാസം രക്ഷിക്കട്ടെ. ഇറങ്ങാം. വീണേ, ഞങ്ങൾ ഇറങ്ങാ. വാതിലടച്ചേക്ക്. ശരി മാഡം. അവന്റെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ട് ജയന്തി. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എന്നെ നാണം കെടുത്താൻ കിട്ടിയ ഒരു അവസരമായിട്ടാ അവൻ ഇതിനെ കാണുന്നത്. നമ്മൾ അവിടെ ചെന്ന് പെണ്ണ് ചോദിക്കുന്നു, തിരിച്ചു പോരുന്നു. അതിനപ്പുറം എന്ത് സംഭവിക്കാനാ? അവൻ ഒഴിഞ്ഞു മാറിയത് നീ കണ്ടില്ലേ? എന്നിട്ട് നമ്മളെ അയച്ചു. അവൻ അതിൽ ഒരു പങ്കുമില്ലാന്ന് വരുത്തി തീർക്കാനല്ലേ? ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ടാ വിശ്വേട്ടന് മുന്നിൽ വരെ അവൻ മടിക്കുന്നത്. അതിലെന്താ സംശയം? അവര് തമ്മിൽ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. അവൻ പറയുന്നത് പോലെ ഇനി ഒരു പെണ്ണ് കാണലിന്റെ ആവശ്യമില്ല. അവര് തമ്മിൽ കണ്ടെന്ന് പറയുന്നത് സത്യ. ഏട്ടനോട് ഉണ്ണിത്താ സാർ അത് സമ്മതിച്ചല്ലേ? നമ്മളെ നാണം കെടുത്താനാണെങ്കിൽ നിരഞ്ജനെ എന്തിനതിലേക്ക് വലിച്ചേക്കണം? നീ നടരാജനെ ഒന്ന് വിളിക്ക. അയാൾ എവിടെ എത്തിയെന്ന് അറിയില്ല. നിങ്ങൾ പുറപ്പെട്ടോ? ആ, ഓൺ ദ വേയാ. വിശ്വേട്ടന് വീടറിയാം. ഏട്ട ഇറങ്ങിയോ? ആ, ഞാൻ ഇറങ്ങുക. നിങ്ങൾ വിട്ടോ, ഞാൻ പിന്നെല്ലാം എത്തിക്കോളാം. ശരി ഏട്ടാ. ആ, ഏട്ടൻ പിന്നാലെ അങ്ങ് എത്തും. അയാൾ വരുന്നവരെ നമുക്ക് പുറത്ത് വെയിറ്റ് ചെയ്യാം. ആ, അതെ, നല്ലൊരു കാര്യത്തിനാ പോകുന്നതെന്നുള്ള ചിന്ത വിശ്വേട്ടൻ മനസ്സിൽ വെക്കണം. എന്റെ മനസ്സ് പറയുന്നു ഈ വിവാഹം നടക്കും. ഭാഗ്യം. നടരാജ വക്കീല് വിളിച്ചു. നെഞ്ചൊന്ന് പിടച്ചിട്ടാ ഫോൺ എടുത്തത്. പരിഭ്രമിക്കാനൊന്നുമില്ല, അവര് പുറപ്പെട്ടു കഴിഞ്ഞു. സുധി കൂടിയില്ലെന്ന് ഉറപ്പായോ? സുധി ബാങ്കിൽ പോയെന്നാ പറഞ്ഞത്. മാധവേട്ടന് ആവശ്യപ്പെട്ടെങ്കിൽ അവര് കൂടെ കൂട്ടിയനെ. അവനെ ഒന്ന് കാണായിരുന്നു. കാണാൻ എനിക്കും ആഗ്രഹമില്ലെന്നാണോ? അവരൊരു തീരുമാനം ഇങ്ങോട്ട് പറയുമ്പോ എനിക്ക് ആവശ്യപ്പെടാൻ പറ്റുമോ? മാധവേട്ടൻ അങ്ങോട്ട് പോകുമ്പോ കാണാം. ഞാൻ വിവാഹം വരെ കാത്തിരിക്കണം. അവളവനെ കണ്ട നിലയ്ക്ക് ഫോട്ടോ ആവശ്യപ്പെടാനും പറ്റില്ല. വിവാഹം അധികം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. വിശ്വനാഥനോട് പറയാൻ ഒരു ഉപായം ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ആ, അവരെത്തിയല്ലോ.
ആ. നിറഞ്ഞ മനസ്സോടെ സ്വാഗതം. താങ്ക് യു സർ. വരൂ, അകത്തേക്ക് പോകാം. വരും ഇരിക്കണം വക്കീലെ. ആ ഉം. സാറിനോട് ക്ഷമിക്കണം. പനി കുറഞ്ഞ് സൂതി ഒന്ന് കുളിച്ചപ്പോ അളിയൻ ഔട്ട് ഓഫ് സ്റ്റേഷനായി. ഇങ്ങോട്ട് വരുന്ന ദിവസത്തെ പറ്റി കൃത്യമായൊരു തീയതി എനിക്ക് പറയാനും പറ്റിയില്ല. സമയമായത് ഇപ്പോഴാ വക്കീലെ. നമ്മൾ ധൃതി പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അത് സത്യം. എങ്കിലും 2 തവണ സാറിനെ വിളിച്ച് അറിയിച്ചിട്ട് വരാൻ കഴിയാത്തതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. നമുക്കത് വിടാൻ വിശ്വാസത. ഇനിയൊരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലല്ലോ സർ. വേണ്ട, എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കാൻ താനുണ്ടല്ലോ. പിന്നെ ജയന്തി കളക്ടറേറ്റിലല്ലേ? ആ അതെ. മോനെ ഒന്ന് കാണാനുള്ള ആഗ്രഹം ഞാൻ മാധവേട്ടനോട് പറഞ്ഞിരുന്നു. ഞാൻ അവനെ വിളിച്ചതാ. ഇനി എന്ത് പെണ്ണ് കാണൽ അച്ഛന്നാ അവൻ ചോദിച്ചത്. 2 പേരും കണ്ടതും കാപ്പ് കുടിച്ച് പിരിഞ്ഞതും ഒക്കെ അപ്പോഴാ ഞാൻ അറിയുന്നത്. അവനൊരു പ്രത്യേക സ്വഭാവക്കാരനാ. ആ, ബാങ്ക് കഴിഞ്ഞാൽ പിന്നെ വീട്. അധികം സൗഹൃദമൊന്നുമില്ല. എന്റെ അറിവില് ആകെയുള്ള ഫ്രണ്ട് എന്റെ മുൻ ശബരിയ. ആ ഭാഗ്യം നീ മോളെ വിളിക്ക. ശരി. മോളെ, അവര് വന്നോ? വന്നു. നന്നായിട്ടൊന്ന് ഡ്രസ് ചെയ്യാൻ പറഞ്ഞ നല്ലൊരു സാരി ഉടുത്തൂടെ? ഈ സാരിക്ക് എന്താ കുഴപ്പം? എനിക്കിഷ്ടപ്പെട്ട കളറായത്. എന്തിനമ്മ ഇതൊക്കെ? നീ ഒന്നും മിണ്ടാതിരിക്കെ. പൂ വെക്കുന്നത് എനിക്കിഷ്ടമല്ലെന്ന് അമ്മയ്ക്കറിയില്ലേ? ഇവിടെ നിന്റെ ഇഷ്ടമൊന്നും ഞാൻ നോക്കുന്നില്ല. ഒരമ്മ മനസ്സിൽ കുറിക്കുന്ന നിമിഷങ്ങളാ ഇതൊക്കെ. അതൊന്നും എനിക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല മോളെ. നീ ഇവിടെ ഇരിക്കെ. Yeah.